ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു DJ ക്രിയേഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ജിനും ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരായിട്ട് ഇന്നൊരു വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ പോകുന്നത് മധുര മീനാക്ഷി, അതുപോലെ തന്നെ നമ്മൾ രാമേശ്വരം ട്രിപ്പാണ്. ഒറ്റപ്പാലത്ത് നിന്നാണ് നമ്മൾ പോണത്. ഏകദേശം 3 മണിക്ക് ട്രെയിൻ അമൃത എക്സ്പ്രസ് ആണ്. അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അത് വൻ സംഭവമായിട്ട് മാറ്റണം ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ആൾക്കാരോട് വരാനുണ്ട്. രാംദാസ് ജി ആൻഡ് വിപിൻ ഇവർ രണ്ടാളും വന്നിട്ട് നമുക്ക് പോകാൻ പോവാണ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് നേരെ മധുരയാണ്. അപ്പോൾ മധുര സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെന്തായാലും രാമേശ്വരം. യെസ്. ഗായ്സ്, ഞങ്ങൾ എന്തായാലും ഒരു പഴനി എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട് പഴനിയൊക്കെ എത്തിയപ്പോൾ. എല്ലാവരും ഉണ്ട്, ഒരുമിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ ദിണ്ടിഗൽ എത്തിയിട്ടുള്ളത്. ദിണ്ടിഗൽ കുറച്ച് നേരം ട്രെയിൻ പിടിച്ചിട്ടേക്കാണ്. അതുകൊണ്ട് എന്തായാലും മധുരയ്ക്ക് കുറച്ച് ഒരു 10-15 മിനിറ്റിന് വരുന്നുള്ളൂ. എന്തായാലും 9 മണിയല്ല, ഒരു 8 മണി 8:45 എന്തെങ്കിലും അവിടെ എത്തും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും മധുര എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മധുരയിൽ കഴിഞ്ഞപ്പോൾ മധുര ക്ഷേത്രത്തിൽ പോവാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് തിരുപ്പറങ്കുണ്ടം എന്നൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും ഞങ്ങൾ മധുര ക്ഷേത്രത്തിൽ പോവാണ്. അപ്പോൾ പോകുന്ന കാഴ്ചയെല്ലാം നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ധനുഷ്കോടിക്ക് ചെല്ലുന്നുണ്ട്. ഓക്കെ, ബൈ. ഗൈസ്, അപ്പോൾ നമ്മൾ തിരുപ്പറങ്കുണ്ടം അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിൻ്റെ മൊത്തം കാഴ്ചയാണ്. നമ്മൾ അമ്പലത്തിൽ പോണ വഴിയാണ്. എന്തായാലും അതിൻ്റെ ഫ്രണ്ടൊക്കെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ തിരുപ്പറങ്കുണ്ടം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നോക്കുകയാണ്.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരുപ്പറംകുണ്ടം ക്ഷേത്രം കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. അതുപോലെ തന്നെ സദ്യ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അവിടുന്ന് നേരെ നമ്മൾ മധുര മീനാക്ഷി പോവാണ്. നമുക്കൊരു വണ്ടി കിട്ടിയിട്ട് വണ്ടി ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മധുര മീനാക്ഷിയിലാണ്. ഓക്കെ. ഗൈസ്, ഞങ്ങൾ വന്നിട്ടുള്ളത് 2:30-ക്കാണ് ഏകദേശം. അപ്പോൾ അതുകൊണ്ട് നട തുറന്നിട്ടില്ല. നട തുറക്കുന്നത് 4 മണിക്കാണ് നട തുറക്കുക ഇവിടെ മധുര മീനാക്ഷിയിൽ. അപ്പോൾ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളും ചെരുപ്പൊക്കെ വെക്കാൻ നോക്കുമ്പോൾ അതും ഏകദേശം 3:30-ക്കാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ മധുര മീനാക്ഷി അമ്പലത്തിൻ്റെ പുറഭാഗങ്ങളൊക്കെ മൊത്തം ചുറ്റി കാണുന്നു. ഒരുപാട് കച്ചവടങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ തന്നെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് തൊഴുകാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. മധുര എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകത മധുര മീനാക്ഷി ആണെങ്കിലും കൂടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്തൊരു പ്രത്യേകതയാണ്. വന്നു കഴിഞ്ഞ് കാണണം. കണ്ടു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ഒരു പുതുമ തന്നെയാണ്. അതാണ് പറയാനുള്ളത്. അപ്പോൾ വരാൻ പറ്റിയതൊക്കെ വരിക, ഇതേപോലെ ഓരോ കാഴ്ചകൾ കാണുക, ഒരു ഭക്തിപൂർവ്വം ഓരോ യാത്ര നടത്തുക. അപ്പോൾ എന്തെങ്കിലും കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ മധുര മീനാക്ഷി കണ്ടു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രിയായി. ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട് കാണാൻ രാത്രി വൈബൊക്കെ. എന്തായാലും ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ദർശനം കിട്ടിയിട്ടുണ്ട്. ദേവീനെ കൃത്യമായിട്ട് കാണാനും അല്ലെങ്കിൽ ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടാനൊക്കെ ഭാഗ്യമുണ്ടായിട്ട് ഒപ്പമുള്ള ആൾക്കാർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് തന്നെ നടന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. ശരിക്കും നടന്നു കഴിഞ്ഞാൽ ക്ഷീണിക്കും. ഈ അമ്പലത്തിനുള്ളിൽ അത്ര നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ യാത്രയും തുടരുകയാണ്. ഞങ്ങൾ എന്തായാലും രാമേശ്വരത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു 10 മണി ഞങ്ങൾ വിചാരിച്ചൊരു 6:30 ട്രെയിൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ട്രെയിനും കിട്ടില്ല. എന്തായാലും ഇനി ഒരു 10 മണിക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇന്ന് ആ ട്രെയിനിൽ കിട്ടുപോയോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 2 മണിക്ക് ഇവിടുന്ന് എണീറ്റ് പോവാണ്. ട്രെയിനിന് ഏകദേശം 2 മണിക്ക് ട്രെയിനുണ്ട്. അപ്പോൾ അതിനെ കയറിയിട്ട് ഞങ്ങൾ എന്തായാലും രാമേശ്വരത്തേക്ക് പോവാണ്. ആർക്കും ഉറക്കമില്ലാത്തൊരു യാത്രയാണത്. എല്ലാവരുടെ മൈൻഡ് ആകെ ഡള്ളായി കിടക്കുകയാണ്. അപ്പോൾ എന്താണ്ട് നമ്മൾ അവിടെ എത്തിപ്പെട്ടേ പറ്റുള്ളൂ. അത്ര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ എത്തിപ്പെടും. ഉറക്കം അങ്ങനെ കിടക്കുക. അപ്പോൾ എന്തായാലും യാത്ര തുടരാം. ഗൈസ്, നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇനി അടുത്ത് വരികയാണ്. എന്തായാലും ട്രെയിൻ വരുന്നുണ്ട്. നമ്മുടെ ട്രെയിന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. എന്തായാലും നമുക്ക്
ട്രെയിൻ കയറിയിട്ട് രാമേശ്വരം യാത്ര തുടരാം. എന്തായാലും മണ്ഡപം വരെയുള്ളൂ ട്രെയിന്. നമുക്ക് പാമ്പമ്പാലത്തിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പാമ്പമ്പാലം വഴി പോകാൻ പറ്റില്ല. അതുകൊണ്ട് മണ്ഡപത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിന് പോകേണ്ടി വരും. ഏകദേശം അവിടെ നിന്നൊരു 30 കിലോമീറ്റർ വീണ്ടും ഉണ്ടാവും. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ വന്നുള്ളത് വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റിംഗ് ആണ്. അതായത് വീണ്ടും ലേറ്റാണ് ട്രെയിന്. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം, നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരുടെ തന്നെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. എന്താണ് നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായമാണ്, എങ്ങനെയൊക്കെയാണ് ട്രെയിൻ യാത്രകൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം. ഹലോ വിപിൻ. നമ്മുടെ രാമേശ്വര യാത്രയിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ല, നമ്മൾ സീരിയസ് ആയിട്ട് ചോദിക്കും. നമ്മളെന്തെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഉറക്കത്തിൻ്റെ ക്ഷീണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ? ഉറക്ക ക്ഷീണം, അതുപോലെ തന്നെ അമ്പലത്തിൽ തൊഴുകാൻ പറ്റായ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചില്ല? രാമസാറിൻ്റെ ഒരു അഭിപ്രായം? അതെ, കൊണ്ടുപോകാൻ പറ്റും. സാറ്റിസ്ഫൈഡ് ആണ് യാത്രയിൽ. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ജിനേഷിൻ്റെ വെച്ചേക്കാം. എന്താ ജിനേഷ്? കുഴപ്പമില്ല, നല്ല രസമായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല എങ്ങനെയാണെന്നുള്ളത്. അത്യാവശ്യം നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ പോയി, കുഴപ്പമില്ല, നല്ല ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അടുത്തത് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ്. അടുത്തൊരു രാമേശ്വരത്തേക്ക് പോലുള്ള ട്രെയിനിൽ വെയിറ്റിംഗ് ആണ്. നോക്കട്ടെ, എങ്ങനെയാണെങ്കിൽ അടിച്ചു പൊളിക്കണം എന്തായാലും പ്ലാൻ. അല്ല, ഈ മറ്റേ നമുക്ക് പാമ്പമ്പാലത്തേക്ക് നേരിട്ട് ട്രെയിൻ ഇല്ല എന്നുള്ള പറഞ്ഞത്. അപ്പൊ നമുക്ക് രാമനാഥപുരം ഇറങ്ങിയിട്ട് വേണമല്ലോ പോവാൻ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യണത് നേരെ രാമേശ്വരത്തേക്ക് പോകുന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സഡൻലി പറയുകയാണ് രാമപുരത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ ബസ്സിന് പോകണം എന്നാണ് പറയുന്നത്. അതെ, കുഴപ്പമില്ല. നമ്മൾ എക്സ്പെൻസും കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? എക്സ്പെൻസ് കൂടുതലാണ്, എന്നാലും നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് എത്ര റിസ്കായാലും എത്തിപ്പെടണം എന്നാണ് തീരുമാനം. നമ്മൾ എങ്ങനെയാലും എത്തിപ്പെടും, അതാണ്. ഓക്കെ, ശരി. ഞാൻ അടുത്തുള്ള ചോദിച്ചു വിനീഷ്, നമ്മൾ ഇപ്പൊ ഈ യാത്ര അല്ല, നമ്മൾ യാത്ര തുടർന്നിട്ട് നമ്മൾക്ക് അതെ യാത്ര തുടർന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ട്രെയിൻ ലേറ്റ് ആയതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടോ? അല്ല, യാത്ര ഒരു സുഖം തന്നെയാണ്. എന്തുകൊണ്ട് വെർത്താണ്, നമ്മുടെ യാത്ര വെർത്താണ്. അപ്പോൾ അടുത്ത ആൾ എന്തായാലും കടന്നുറങ്ങും, അപ്പോൾ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിൻ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും രാമേശ്വരം എത്തിയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ ഞങ്ങളെ രാമേശ്വരം എത്തിപ്പെട്ടു. രാമനാഥപുരത്തിൽ എത്തിപ്പെട്ടു. എന്തായാലും ഒരുപാട് ലേറ്റായി. ഞാൻ കുറച്ചൊക്കെ ഉറങ്ങി, ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയാൽ അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബിസിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ നല്ല തിരക്കാണ് രാമനാഥപുരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. ഇപ്പോൾ കാണിച്ചു തരാം. बाहर तो निकलो, सब कुछ है वहाँ। അപ്പോൾ ഗൈസ്, നല്ല തിരക്കാണ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. എന്തായാലും ഞങ്ങൾ 2-3 ബസ്സൊക്കെ കൂട്ടി തിരക്കിയിട്ട് പോയത്. എന്തുകൊണ്ടും ഞങ്ങൾ ആ ബസ്സിന് കയറിയില്ല. എന്തായാലും ഇപ്പോൾ കൂട്ടുകാരെ വന്ന് ചായ കുടിക്കാൻ വേണ്ട പോകാം. എന്തായാലും ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും ഇനി പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് വല്ല ബസ്സും കിട്ടുമോ നോക്കിയിട്ട് അവിടുന്ന് വേണം പോകാൻ. ഞങ്ങൾക്ക് എന്തായാലും പോകണമെങ്കിൽ ഒരു 30 കിലോമീറ്റർ എന്തായാലും പോകാണ്ട് രാമേശ്വരം ടെമ്പിളിലേക്ക്. അപ്പോൾ സമയം ഇപ്പോൾ 5 മണിയായിട്ടുള്ളൂ. എന്തായാലും ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടഫാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ബസ് കിട്ടാത്തതിൻ്റെ പേരിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം.
അതെ, ഒരു 6 ചായ പറഞ്ഞിട്ടുണ്ട്, ചായ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉഷാറാക്കാം. വട പുതിയ വല്ലതും இருக்கா എന്നാ ഒരു ചായ കുടിച്ചാലോ? കുടിക്കാം. ചായ ചൂടെടുക്ക്. ഒരു ചായ കുടിച്ച് ഞങ്ങൾ ബസ് തിരയാൻ പോകണം. ബസ് തിരഞ്ഞിട്ട് കിട്ടിയിട്ട് രാമേശ്വരം. ഇഞ്ചി ഉണ്ടല്ലേ, സൂപ്പർ ചായ കേട്ടോ, രക്ഷ. ഞങ്ങൾക്ക് റിസ്ക് എടുത്താലും എന്തായാലും വണ്ടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളൊരു വണ്ടി അല്ല, നല്ല ക്വാളിറ്റിയിൽ ബസ്സാണ്, വോൾവോൻ്റെയാണ്. മറ്റുള്ള ബസ്സുകളൊക്കെ നല്ല ഒരു ലോക്കൽ ബസ്സാണ്, തിരക്കൊന്നുമില്ല. റോഡ് സൈഡിലൂടെ പോയപ്പോൾ ആ വണ്ടി രാമേശ്വരത്തേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ചാടി കയറി. അപ്പോൾ അതുകൊണ്ടും അധികം തിരക്കിലാണ് പോകാം. ഇനി ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ ഈ ബസ് പോകുന്നത്, കാരണം ആളെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ബസ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തിയിട്ട് പിന്നെ വീണ്ടും അമ്പലത്തേക്ക് വേറൊരു ബസ്സാണ് വരുള്ളത്. പിന്നെ അവിടുന്ന് ബസ് കിട്ടിയിട്ട് വീണ്ടും ടെമ്പിളിലേക്ക് വേറെ ബസ്സിനാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് ഞങ്ങൾ അഗ്നി തീർത്ഥത്തിൽ പോയി കുളിച്ചിട്ട് വീണ്ടും ക്ഷേത്രത്തിലേക്ക് കടന്നിട്ടാണ് പിന്നെ കാര്യങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ പിന്നെയും ചെയ്യുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പ്ലാൻ ഉണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും തൃശ്ശൂർ യാത്ര. ഓക്കെ, അത് നമ്മളെ ജിനുബായി ആണ്. അപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടു രാമേശ്വരത്ത്. ഒരു രക്ഷയില്ല, ഇവിടെ മഴയാണ്. മഴയാണ്. അമ്പലം ഇവിടെ നിന്ന് കാണാനുണ്ട്, കുറച്ച് ദൂരമുള്ളൂ. റൂം ഉണ്ടാവില്ല. നമ്മളെന്തായാലും നേരെ പോയിട്ട് അഗ്നിതീർത്ഥം പറഞ്ഞിട്ട് സ്ഥലം, അതായത് കടൽ തന്നെയാണ്. അവിടെ അഗ്നിതീർത്ഥം, അവിടെ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെന്തായാലും മുങ്ങി കുളിച്ചിട്ട് നേരെ ഈറനോടെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ളൊരു പ്ലാനാണ്. ഇവിടെ നല്ല മഴയാണ്, ഇപ്പം മഴ തോർന്നിട്ടുള്ളൂ. അങ്ങനെയാണ് അവസ്ഥ. അമ്പലം യാത്ര ഇവിടെ എടുക്കണ വണ്ടി ആ സൈഡ് വെള്ളം എടുക്കടാ, തണ്ണി വേണ്ട. അപ്പോൾ ഞങ്ങൾ ധനുഷ്കോടിയിൽ നിന്ന് പോകാനുള്ളൊരു പ്ലാനാണ്. എന്തായാലും ഹലോ ഗായ്സ്, എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാമേശ്വരത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. ഒരുപാട് തിരക്കുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് പറയാം, ധനുഷ്കോടി പോയിട്ട് പറയാം. എന്താ വെച്ചാൽ ഭയങ്കര തിരക്കായുണ്ട്, നല്ല മഴയും ഉണ്ട് ഇവിടെ. ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. എന്തായാലും അവിടെ പോയിട്ട് പറയാം. ഭയങ്കര തിരക്കാണ്. എന്തായാലും രക്ഷയില്ല, ധനുഷ്കോടി യാത്ര. ധനുഷ്കോടിയിലേക്ക് രാമേശ്വരത്ത് ധനുഷ്കോടി നല്ല തിരക്കാണ്. വയ്ക്കാൻ പോലും സ്ഥലമില്ല, ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. എത്തിപ്പെട്ട കഴിഞ്ഞാൽ പിന്നെ காசி டைம் அது சொல்லிட்டு காசி 2 மணி போயிட்டு யாரும் போக முடியாது. ஜீப்பு போயிடும், அங்கே அப்படியே தான் அந்த வழியே தான் எப்படி பார்த்து சொல்லுவீங்களா?
അപ്പൊ അല്ലെ ഗൈസ് നമ്മളെ എന്താ നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തി. നമ്മളെന്തായാലും ധനുഷ്കോടിയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ വ്യൂ പോയിന്റ് ഒക്കെ എടുക്കും. എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സ്റ്റേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമാണ്. എല്ലാം ഒരുപാട് ആൾക്കാർ മൈനൊക്കെ ഉണ്ട്, അത് കയറിയിട്ടുണ്ട്. കുഴപ്പമില്ല, മനുഷ്യരുടെ ട്രിപ്പാണ്. വ്യൂ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഗായ്സ് ഞങ്ങള് ധനുഷ്കോടി അറബിക്കടൽ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടുത്തെത്തിയിട്ട് ഞങ്ങൾ ഒരു നടന്നുകൊണ്ടിരിക്കണം. എല്ലാ കാഴ്ചകളും ഞങ്ങൾ വീഡിയോ ആയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും എന്തായാലും വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ അതെ സത്യം പറഞ്ഞൊരു അത്ഭുതം തന്നെയാണ്. രണ്ട് സൈഡും കടല്, നടുവിൽ കൂടെ ചെറിയൊരു റോഡ്. ഇതാണ് നമ്മുടെ ഹനുമാൻ പണി ചെയ്ത ആ ഒരു വഴി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാം, ശ്രീലങ്കയ്ക്ക് കിടക്കാനുള്ളൊരു വഴി. ഇത് വന്നിട്ടുള്ള ഗൈസ് നമ്മുടെ ബംഗാൾ ഉൾക്കടലായിട്ട് പെടും ഈ ഒരു കടൽ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാവരും അതേപോലെ തന്നെ കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ലൊരു വൈബ് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്തൊരു കടലുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ടൊരു കടലായിട്ടാണ് കണക്കൂട്ടുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കടലും അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തുള്ള ഓരോ കടലിൻ്റെ ഭാഗങ്ങളും അറബിക്കടലാണ്. പക്ഷേ അതൊന്നും ഇന്ത്യൻ മഹാസമുദ്രമല്ല. ഇവിടെയാണ് നമുക്കുള്ള ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മഹാസമുദ്രം നമുക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് അത് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിളൊക്കെ. അപ്പോൾ ചോദിച്ചോക്കെ എവ്വളോ കാശ്? 30 രൂപ. ഏത് പൈനാപ്പിളാ? കുക്കുംബർ, പൈനാപ്പിൾ. ഓക്കെ, അത് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു 2 എടുത്തിട്ടുണ്ട്. പോതും എന്താ പറയുക, അടിപൊളിയാണ്, സൂപ്പറാണ്, പറയില്ല. കണ്ടിട്ട് മൈൻഡ് ബ്ലോയിങ് ആണ്. ഇതാണ്
സംഘ് തിരുനാൾ ബൈനോക്കുലറല്ല ഫോട്ടോ ഇടാ. ദിണ്ടിക്കൽ സ്റ്റേഷനിലെത്തിയിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകണം. അവിടെ ബസ് കയറിയിട്ട് നമ്മൾ എന്തായാലും പഴനിക്ക് പോവാം. അതുപോലെ ഗൈസ് ഞങ്ങൾ എന്തായാലും ദിണ്ടിക്കൽ റെയിൽവേ സ്റ്റേഷൻ നേരെ പഴനിക്കുള്ള ബസ്സിന് പോകണം. അപ്പോൾ ഇന്നലെ പഴനിയിൽ ഇനി ഏകദേശം എത്തുമ്പോഴേക്കും ഇപ്പോൾ 11:45 ഏകദേശം ഒരു 12 മണി 1 മണിയാകുമ്പോഴേക്കും എന്തായാലും പഴനി എത്തും. പഴനി എത്തിയിട്ടുള്ള സ്റ്റേഷൻ കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും പഴനിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പഴനിയിൽ വന്നിട്ട് ഒരു എത്ര മണിക്ക് വന്നു? 3 മണിയാവും. 1 മണിക്ക് എത്തിയിട്ടുണ്ട്. 1 മണിക്ക് പഴനിയിൽ എത്തിയിട്ട് ഞങ്ങളവിടെ കുറേ നേരം കടന്നുറങ്ങി ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. ആളുടെ തലേന്ന് മൊട്ടടിക്കണം. ഇനി വേറെ ആരെങ്കിലും അടിക്കണമെങ്കിൽ ഞങ്ങൾ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ പഴനിക്ക് കയറണം. പഴനി കയറിയിട്ട് വിശേഷം പറയാം. ഹലോ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ എന്തായാലും പഴനിയിൽ എത്തിയിട്ട് ഫ്രഷപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയാണ്. അപ്പോൾ ഞങ്ങൾ 3 ആളും ഇപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ട്. 3 പേര് ഫ്രഷ് ആവാൻ നിൽക്കുകയാണ്. ഒരു സസ്പെൻസ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പം ഞങ്ങൾ ഇനി പഴനിമല കയറാൻ പോകണം. കയറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ മൊത്തം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ സസ്പെൻസ്. നമ്മുടെ കൂട്ടത്തിലുള്ള 3 പേരെയും തല മൊട്ടടിച്ചിട്ട് അവരൊരു വഴിപാടാണ്. അപ്പോൾ എന്തായാലും നമ്മളത് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, ഏകദേശം അവർ ചെയ്തിട്ടുണ്ട്. തല മൊട്ടടിക്കൽ ഭയങ്കര ഒരു ഐശ്വര്യം തന്നെയാണ്. ഇവിടെ തല മൊട്ടടിച്ചു കഴിഞ്ഞാൽ അവരൊരു വഴിപാടായതുകൊണ്ട് അവർ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ പഴനിയിൽ മല കയറാൻ പോവാണ്. ഒരുപാട് കാവടിയൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ഇന്ന് അത്ര വലിയ പ്രത്യേകമുള്ള ദിവസമാണ് അറിയില്ല, എന്നാലും തിരക്ക് അത്യാവശ്യമൊക്കെ ഉണ്ട്. അതെ, ബാക്കിൽ 3 ആൾ മൊട്ടടിച്ചിട്ടുണ്ട്. അതുകൊണ്ടായാലും ഞങ്ങൾ ബ്ലോഗായിട്ട് പോകാൻ മൊബൈലോടെ അലോഡാണോ അറിയില്ല. എന്തായാലും മൊബൈൽ എടുത്തിട്ടുണ്ട് കയ്യിൽ. ജസ്റ്റ് പോയേക്കാം എന്തായാലും കാര്യങ്ങളൊക്കെ. ഫോട്ടോ എടുക്കണം. വാച്ച്
ഞങ്ങളെന്തായാലും പഴനി ഇറങ്ങി ഇനി ബസ്സിൽ ഞങ്ങൾ യാത്രയാണ്. പാലക്കാട്ടേക്ക് യാത്ര, ലോങ് ട്രിപ്പാണ്. ഏകദേശം കുറേ ട്രെയിൻ കാര്യങ്ങൾ നോക്കി, പക്ഷേ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. ട്രെയിനില്ല, അത് പൊള്ളാച്ചിയിലില്ല, പിന്നെ കോയമ്പത്തൂരിൽ ലൈറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പഴനിയിൽ നിന്ന് നേരിട്ട് പാലക്കാട്ടേക്ക് ടിക്കറ്റ് എടുക്കാം, എന്നിട്ട് അങ്ങനെ വരാമെന്നുള്ളതാണ്. എന്തായാലും സത്യം പറഞ്ഞൊരു അടിപൊളി യാത്രയാണ്, ഒരു രക്ഷയില്ലാതെ യാത്ര. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനൊരു യാത്രാ ബുദ്ധിമുട്ടുകൾ പ്രശ്നം വന്നിട്ടില്ല. കംഫർട്ട് സോണായിരുന്നു. എല്ലാവരും ഒറ്റക്കാരുണ്ട്. ധനുഷ്കോടിയിൽ നല്ല മഴ പെയ്യും. ധനുഷ്കോടിയിൽ ഒരൊറ്റ പ്രശ്നമാണ്, മഴ കാര്യങ്ങൾ മാത്രം ഉണ്ടാകും. പക്ഷേ എന്നാലും ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റിയില്ല. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ദിവസങ്ങളിൽ ഞങ്ങളെന്തായാലും ഇനി ഒറ്റപ്പാലം ഇറങ്ങിയിട്ട് കാണാം. ബാക്കി നമ്മുടെ കേസുണ്ട്. അത് വോൾവോ ബസ്സാണല്ലേ? വോൾവോൻ്റെ ബസ്സാണ്. നല്ല ബസ്സാണ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബസ് തന്നെയാണ്. ഞങ്ങൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ധനുഷ്കോടിയിൽ നിന്ന് മഴ പെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സത്യം പറയാം, ധനുഷ്കോടിയിൽ നിന്ന് കയറിയ ബസ് മഴ പെയ്താലും പോട്ടെ, എല്ലായിടത്തും ഫുൾ ഹോളാകും. അതെ, ധനുഷ്കോടിയിൽ നിന്ന് മധുര ഇറങ്ങിയിട്ട് മധുരയിൽ നിന്ന് ഞങ്ങൾ ബസ് കയറിയപ്പോൾ അതിനും മഴയായി. അതായത് മഴ പെയ്ത് തുള്ളി തുള്ളി വീണിട്ട് ഞങ്ങൾ നനയുകയും ബാഗൊക്കെ നനഞ്ഞ് ബാഗുകളെല്ലാം ഡ്രസ് എന്താണ് യാത്രയാണ്. ഇപ്പോൾ ഗായ്സ് ഞങ്ങൾ എന്തായാലും പൊള്ളാച്ചി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പൊള്ളാച്ചിയിൽ ബസ് ഒരു 15 മിനിറ്റ് നിർത്തിയിടും. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ എന്തായാലും നീങ്ങാച്ചിട്ടാണ്. ചായ കുടിക്കണമെന്നുണ്ട്. 15 മിനിറ്റ് ഞങ്ങൾ പാലക്കാട് പോയിട്ട് കുടിക്കാൻ അങ്ങനെ മതി. അങ്ങനെ കണ്ടക്ടറൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ശരിയാ. അതുകൊണ്ട് എന്തായാലും പാലക്കാട് കുടിക്കും. അപ്പോൾ ഗായ്സ് ഞങ്ങൾ എന്തായാലും നമ്മുടെ നാടായ ഒറ്റപ്പാലം പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്ടിൽ ബസ് കിട്ടിയിട്ട് ഇനി ഒറ്റപ്പാലത്തേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്തൊരു യാത്രയും കൂടി ഉണ്ടാകുമ്പോൾ അതുവരെയും എല്ലാവരോടും കൂടി Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 and the gun down. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Just like the bullets fly, I'm the last one to die.